പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി മംഗലമാണ് നമ്മൾ ഈ കാണുന്നത്. തൃശ്ശൂർ പാലക്കാട് ഹൈവേ NH ആണ് കേട്ടോ കാണുന്നത്. NH നിന്നും ഒരു 300 മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക്. ഈ പോകുന്ന റോഡ് കണ്ടോ, ഇത് കോയമ്പത്തൂർ പൊള്ളാച്ചി നെന്മാറ പോകുന്ന റോഡാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടി കയറി ചെല്ലുന്ന ഭാഗം ഇതുണ്ടോ, ഈ വണ്ടി കയറി പോകുന്ന ഭാഗമാണ് നമുക്ക് നെന്മാറ കൊല്ലങ്കോട് പൊള്ളാച്ചിക്ക് പോകുന്ന റോഡ്. ഈ റോഡിൽ നിന്നും നമുക്ക് നോക്കുകയാണെങ്കിൽ കൃത്യം ഒരു 300 മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഇത്രയും വലിയ ഒരു വീട്ടിലേക്കുള്ളൊരു ദൂരം വരുന്നത്. ഒത്തിരി വലിയ വീടുകളുള്ള ഏരിയയിലാണ് കേട്ടോ. റോഡൊക്കെ കണ്ടോ, നല്ല വീതിയുള്ള റോഡാണ്. ഒരു വാഹനം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാഹനം ഇങ്ങോട്ട് വരാം. അപ്പോൾ പ്രത്യേകിച്ച് സൈഡ് കൊടുത്തിട്ട് മാറി നിൽക്കുകയോ അങ്ങനെയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. നേരെ നല്ല വീതിയുള്ള റോഡാണ്. പറഞ്ഞു വന്നത് 2200 സ്ക്വയർ ഫീറ്റ് വീട്, 7.5 സെൻറ്റ് സ്ഥലം. വീടിൻ്റെ വില ഇതിൽ പറയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയൊരു വീടിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിലയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. ഇതെന്താ പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല്ല ഇൻവെസ്റ്റ്മെൻറ്റിനോ അതായത് മറിച്ച് കൊടുക്കുന്നവർക്ക് ഈ വീട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ വീടൊന്ന് മോഡിഫൈ ചെയ്യും, പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു ലാഭം കിട്ടണ്ടേ. അതുകൊണ്ടാണ് നിങ്ങൾ വീടിൻ്റെ പരിസരവും വീടും എല്ലാം കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില പറയുന്നതായിരിക്കും. വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ കുറച്ച് മാവും തേയുണ്ട്, അത് വാഴ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ 7.5 സെൻറ്റ് സ്ഥലത്ത് ഒരു 4 സെൻറ്റ് സ്ഥലമോളം ഫ്രീ ആയിട്ടുണ്ട്. അത്രയും ഭാഗമുണ്ട്. ഇത് റോഡാണ് കേട്ടോ, പഞ്ചായത്ത് റോഡാണ്. വീടിൻ്റെ മുൻഭാഗത്തും ടാറിയും വലിയ റോഡ് വീതിയുള്ളത്. അത് കഴിഞ്ഞ് നേരെ ചെറിയ പഞ്ചായത്ത് റോഡ്, ബാക്ക് വശത്ത് പഞ്ചായത്ത് റോഡാണ്. നേരെ നമുക്ക് വീതിയുള്ള റോഡിലേക്ക് മുട്ടുന്ന റോഡ് തന്നെയാണ് കേട്ടോ വീടിൻ്റെ പുറകുവശത്തേക്ക്. നമ്മൾ അതാണ്ടോ ആ പോസ്റ്റ് കണ്ടോ, അത് നല്ല വീതിയുള്ള റോഡാണ് അപ്പുറത്തേക്ക്. ഇത് വേണമെങ്കിൽ ഇതെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 4 സെൻറ്റ് സ്ഥലമൊക്കെ വേണമെങ്കിൽ ഇതിൽ നിന്ന് മുറിച്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ സെൻറ്റിന് 3 ലക്ഷം രൂപ വിലയുണ്ട്. ഒരു 4 സെൻറ്റൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് മുറിച്ച് കൊടുക്കുക. 4-3 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ മുറിച്ച് കൊടുക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഏട്ടനും അനിയന്മാരൊക്കെയാണ് വീടെടുക്കുന്നതെങ്കിൽ അതിൻ്റെ പുറകുവശത്തായിട്ട് വേറെ ഒരു വീടും കൂടി വെക്കാം. അപ്പോൾ 2 ഭാഗവും റോഡ് ഫ്രണ്ടേജായിട്ട് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സെൻറ്റിന് 3 ലക്ഷം രൂപ, മംഗലത്ത് 3 ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ്. അതിനേക്കാളും വിലയുണ്ട്. പക്ഷേ അതിൻ്റെ മുകൾ വശം കണ്ടോ, കുറച്ച് തേക്കാനുണ്ട് കേട്ടോ. മുകളിലൊരു 2 ബെഡ്റൂം എടുത്തിട്ടുണ്ട്. ആ പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ തെങ്ങിലൊക്കെ നന്നായി കായ്ഫലങ്ങൾ നന്നായിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ മുകൾ വശത്ത് മുകളിലത്തെ റൂം 1-2 റൂം തേക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയെല്ലാം കമ്മിയാക്കിയിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വില പറഞ്ഞിരിക്കുന്നത്. ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിലയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. നല്ല ലാഭകരമായിട്ട് തന്നെ വാങ്ങിക്കാമെന്ന് 100% ഞാൻ ഉറപ്പ് തരുന്നു. നല്ല വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ വീടിൻ്റെ പുറകുവശവും എല്ലാവരും പോയി നമ്മൾ കണ്ടിട്ട് വന്നു. ഇത് കണ്ടോ, 10 ആൾക്കാർ ഇരിക്കാനുള്ള സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല വലിയൊരു സിറ്റ് ഔട്ട്. നല്ല ട്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് വന്നിരുന്ന് ട്യൂഷൻ പഠിപ്പിക്കാൻ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലം, സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആ ഒരു സിറ്റ് ഔട്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക്, ജനലും വാതിലെല്ലാം തേക്കിൻ്റേത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത്. ഹാളിൽ കൂടെ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. ഹാളിൽ തന്നെ ഒരു ബെഡ്, നമുക്കൊരു കട്ടിൽ കിടക്കുന്നത് കാണാം കേട്ടോ. അത് മുകളിലത്തെ റൂം ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ടിലൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടിടാം. താഴത്തെ ഒരു ബെഡ്റൂമാണ് ഈ 2200 സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ വരുന്നത്. താഴത്തെ ഒരു ബെഡ്റൂം അടുക്കളൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടിടാം. താഴത്തെ ഒരു ബെഡ്റൂമാണ് ഈ 2200 സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ വരുന്നത്. താഴത്തെ ഒരു ബെഡ്റൂം. അടുക്കളയൊക്കെ കാണാം, നല്ല വലിപ്പമുള്ള അടുക്കളയൊക്കെയാണ്. ഇതുണ്ടോ, ബെഡ്റൂം നല്ല വലിപ്പമുണ്ട്. നന്നായി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അടുക്കളയിൽ നല്ല സ്റ്റോറേജ് സ്പേസ്. കബോർഡ് വർക്കൊക്കെ അടിഭാഗത്ത് കബോർഡ് വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ഡോറ് പിടിപ്പിച്ചില്ല എന്ന് മാത്രം കേട്ടോ.
നമ്മൾ ഗ്യാസ് അടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് വിറകടുപ്പാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അതൊരു ബാത്റൂമാണ് കേട്ടോ. അവിടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വലിയ നമുക്കൊരു വർക്ക് ഏരിയയും ഒരു വിറകടുപ്പും എല്ലാം കൂടിയിട്ട് സ്റ്റോറേജ് സ്പേസ്. ഇതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടുക്കളയ്ക്ക് നല്ല സ്പേസ്. അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു അടുക്കള, അതായത് വിറകടുപ്പിൻ്റെ അടുക്കളയും സ്റ്റോർ റൂമും എല്ലാം ഒത്തിരി സാധനങ്ങൾ വെക്കാൻ, വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലം. ഇത് കണ്ടോ, പുറത്തും ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വലിയ ബാത്റൂമാണ് കേട്ടോ. ഇതുണ്ട്, മുകളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ മുകളിൽ തന്നെ കയറ്റി വയ്ക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ലാഭകരമായി എന്ന് തോന്നിയാൽ മാത്രം വീടെടുത്താൽ മതി. നിങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതി കേട്ടോ. വീട് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. കണ്ടോ, നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് വന്നു. ഇത് നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് പോകാം. ഇതൊരു റൂമാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂമായില്ലേ. ഇത് കഴിഞ്ഞാൽ ഇവിടെ 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ താഴത്ത് മൊത്തം 4 ബെഡ്റൂമായി. ഈ ബെഡ്റൂമാണ് നമുക്ക് പുതിയതായിട്ട് എടുത്തത്. ഇതിന് തേപ്പ് പണിയുടെ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ടൈൽ വർക്ക് ഉണ്ട്, തേപ്പ് പണിയുണ്ട് മുകളിലത്തെ നിലയിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ടുള്ള ഒരു വില നമുക്ക് ഉടമസ്ഥനുമായി സംസാരിച്ചാൽ തീർച്ചയായിട്ടും നല്ല ലാഭത്തിലെടുക്കാം. അതെല്ലാം മറിച്ച് കൊടുക്കാനാണ് താല്പര്യമെങ്കിലും നിങ്ങളിത് എടുത്ത് ഈ വീടിൻ്റെ തേപ്പ് പണിയും ടൈലിങ്ങും എല്ലാം കഴിഞ്ഞ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല ലാഭത്തിൽ ഈ വീട് വിൽക്കാൻ 100% കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. 2 ബെഡ്റൂം പണിതിട്ട് അത് രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ. ഈ 2 ഇവിടെയുള്ള 2 കാണുന്നത്. നമുക്കിത് മുകളിലത്തെ നിലയിൽ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതാണ്. നമുക്ക് ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഡോറും കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. അത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബെഡ്റൂം. ഇവിടെ നമുക്ക് ബാൽക്കണിയിലേക്ക് ചെല്ലാം. താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ അതേ വലുപ്പത്തിലാണ് മുകളിലത്തെ ബാൽക്കണിയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ട്, ഒരു കശുവണ്ടി മാവ് കശുവണ്ടി എന്നൊക്കെ പറയും ഇവിടെ പാലക്കാട്ടിൽ. പിന്നെ അതുകൂടാതെ മുറ്റത്ത് നല്ലൊരു മാവ് നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ 1-2 തെങ്ങും ഈ പറമ്പിനകത്തുണ്ട് കേട്ടോ. ചുറ്റും വലിയ വലിയ വീടുകളുള്ള ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ പരിസരത്തൊക്കെ, അതായത് മംഗലം, വടക്കഞ്ചേരി, പാലക്കാട് ഭാഗങ്ങളിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക.